Assalamualaikum guys, welcome to Sunny's Kitchen. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നല്ല വെജിറ്റബിൾ കൊണ്ടൊരു പുലാവ് ആയാലോ. വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കിയാലോ. ബാസ്മതി റൈസ് 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു പാത്രം അരി എടുക്കുമ്പോൾ അതിന് 2 പാത്രം വെള്ളം വെക്കുക. ഇതിപ്പോൾ നമ്മൾ പാലാക്കി ഇതിൽ വെച്ചിട്ടുണ്ട്. പാല് ഒന്നാം പാല് രണ്ടാം പാല് എല്ലാം ഒന്നിച്ചിട്ട് എടുത്തിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയുള്ളി, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു 5-6 ബീൻസ്, ഒരു പിടി മല്ലിയില, ഒരു കഷ്ണം ക്യാപ്സിക്കം, ഒരു പിടി പുതിന, 4 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, പട്ട ഗ്രാമ്പ് ഏലക്ക കുറേശ്ശെ ആവശ്യം പോലെ, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി, ആവശ്യമായ നെയ്യ്, ഓയിൽ. നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട. ഒരു 3 സ്പൂൺ നെയ്യോളം ഒഴിച്ചു കൊടുക്കാം. അതേ അളവിന് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കഷ്ണം പട്ടുണ്ട്, ഒരു 7 ഗ്രാമ്പുണ്ട്. കുരുമുളക് ഞാൻ പറയാൻ വിട്ടുപോയി. 1 സ്പൂൺ ഒരു ടീസ്പൂൺ കേട്ടോ, 1 സ്പൂൺ അല്ല ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയ ബൗൾ ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിന ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അരി നന്നായിട്ട് ഫ്രൈ ആയി വന്ന ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തോ. നമുക്ക് ഒരു പാത്രം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഉപ്പൊന്ന് പാകം നോക്കാം. ഉപ്പ് പാകം നോക്കാം. തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ അരിയും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, പകുതി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കാം. വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് എന്തായിട്ടുണ്ടോ നോക്കാം. വെള്ളമെല്ലാം കറക്റ്റായിട്ട് വറ്റി ചോറ് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. മതി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ മാറി വരേണ്ട ആവശ്യമില്ല, ഈ കളറിൽ തന്നെ മതി, ഇത്രയും മതി. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണ്ട. ഇത് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.